Hi, welcome back. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഈ ഒരു ഹോൾ വീഡിയോ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അബൌട്ട് മെൻസ്ട്രൽ കപ്പ്, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ ടു യൂസ് മെൻസ്ട്രൽ കപ്പ്, ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് മൈ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് കോമൺ ഡൗട്ട്സ് ആസ്ഡ്. അതായത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഈ ഒരു ഫ്രൈഡേ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും ചോദിച്ചപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വന്ന കുറച്ച് ഡൗട്ട്സ് ആണ് ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഫ്രൈഡേ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫ്രൈഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു സൺഡേ ഞാൻ അപ്ലോഡ് ചെയ്യായിരിക്കും. സോ യെസ്, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ടേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം, ദാറ്റ് ഈസ് അബൌട്ട് മെൻസ്ട്രൽ കപ്പ്. സോ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ വരുമ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് എന്നെ വെച്ചിട്ട് ഞാൻ പറയാം. സോ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന എവേർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. നമുക്കിങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് എവേർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പ് വരുന്നത്. തുറക്കുമ്പോഴേലും ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കവറിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന സൈസാണ്. നമുക്ക് 2 സൈസിലാണ് വരുന്നത്, സ്മോളും ലാർജും. സ്മോൾ എന്ന് പറയുന്നത് ലൈറ്റ് ടു നോർമലും, ലാർജ് എന്ന് പറയുന്നത് നോർമൽ ടു ഹെവിയാണ്. അതായത് സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഇതുവരെ ആവാത്ത ആൾക്കാർ, പ്രഗ്നൻസിക്ക് ശേഷമാണ് നമ്മൾ ലാർജ് യൂസ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് ഹെവി ഫ്ലോ ഉണ്ടാവുക. സോ ദാറ്റ് നമ്മൾ ലാർജ് ആയിരിക്കും ചൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് സൈസിന്റെ കാര്യത്തിൽ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു മെൻസ്ട്രൽ കപ്പിന് ശേഷം നമുക്ക് വരുന്ന ഒരു പൗച്ചാണ്. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം, ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൗച്ച് തരുന്നത്. അതിനുശേഷം മാനുവലാണ്. ഈ ഒരു ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഈ ഒരു ബോക്സിലുള്ള മെൻസ്ട്രൽ കപ്പിന് നമുക്ക് വരുന്ന റേറ്റ് 435 ആണ്. അതായത് 10 ഇയേഴ്സ് വരെയ്ക്കും നമുക്ക് ഈ ഒരു സിംഗിൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. സോ നമ്മളൊരു പാഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേലും ഒരു 35 റുപ്പീസിൻ്റെ പാഡ്, മിനിമം റേറ്റിൽ ഒരു പാഡ് കമ്പയർ ചെയ്യുകയാണെങ്കിലും 10 ഇയേഴ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 4200 ആ ഒരു റേഞ്ചിൽ വരും. ആവറേജ് റേറ്റിലുള്ള ഒരു പാഡ്, അതായത് 89 റുപ്പീസിൻ്റെ ഒക്കെ ഒരു പാഡ്, 89, 85 ആ റുപ്പീസിൻ്റെ ഒക്കെ പാഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇയേഴ്സിലോട്ടേക്ക് 12,000 റുപ്പീസിൻ്റെ അടുത്തോട്ടേക്ക് വരും. അതായത് ഈ ഒരു സിംഗിൾ മെൻസ്ട്രൽ കപ്പിനെ കൊണ്ട് ഇത്രയും പൈസ ലാഭിക്കുകയും ചെയ്യാം. ആൻഡ് പാഡും കൊണ്ട് നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരും. ഒന്നുമില്ലെങ്കിൽ ഡംപ് ചെയ്യണം, അല്ലെങ്കിൽ ബേൺ ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യണം. ഇതിൽ ഏത് ചെയ്താലും നമ്മുടെ എൻവിറോൺമെന്റിന് വലിയ നല്ല കാര്യമൊന്നുമില്ല. സോ ദാറ്റ് നമുക്ക് മെൻസ്ട്രൽ കപ്പിൽ മാറാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും നല്ലത്. എല്ലാം കൊണ്ടും എൻവിറോൺമെന്റൽ വൈസും നമ്മളുടെ സ്കിൻ ഇഷ്യൂസും റാഷസും കാര്യങ്ങളൊക്കെ നമുക്ക് പാഡ് യൂസ് ചെയ്താൽ വരും. അതേ സ്ഥാനത്ത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താൽ നമുക്ക് റാഷസോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒന്നും വരാൻ സാധ്യതയില്ല. സോ ദാറ്റ് മെൻസ്ട്രൽ കപ്പിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ മെറ്റീരിയൽ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോണിൽ നിന്നാണ്. ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്ത എവേർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പല്ല കേട്ടോ, ഞാൻ വേറൊരു മെൻസ്ട്രൽ കപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചും കൂടെ ഹാർഡാണ്, ഫോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ എവേർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഫസ്റ്റ് ടൈം യൂസേഴ്സിന് ബെസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെൻസ്ട്രൽ കപ്പാണ് ഈ ഒരു എവേർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പ്. സോ ദാറ്റ് ഞാൻ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ടേക്ക് പോകാം, ദാറ്റ് ഈസ് ഹൗ ടു യൂസ് മെൻസ്ട്രൽ കപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തോട്ടേക്ക് 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, അതായത് നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഫസ്റ്റ് ടൈമാണ് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ കൊണ്ട് തന്നെ നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പെയിൻ ഉണ്ടാവും. സോ അത് നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ പൊസിഷൻ ചൂസ് ചെയ്യുക. സ്ക്വാട്ടിംഗ് പൊസിഷൻ ആണോ, സിറ്റിംഗ് പൊസിഷൻ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ മേലെ കാലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. അതായത് എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് സ്ക്വാട്ടിംഗ് പൊസിഷനും ഏതെങ്കിലും ഒരു കാല് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുള്ള പൊസിഷനാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 3 ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഫോൾഡ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് 3 തരത്തിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഫോൾഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പഞ്ച് ഡൗൺ ഫോൾഡാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ വെച്ചിട്ട് ഏറ്റവും സിംപ്ലസ്റ്റും എല്ലാവർക്കും യൂസ് ചെയ്യാൻ എളുപ്പമുള്ള മെത്തേഡുമാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് 3 ഫോൾഡാണ്. 2 ആക്കിയിട്ട് മടക്കുന്ന പോലെ ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. പോപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് വന്നാൽ ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയെന്നാണ് അർത്ഥം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 7 ഫോൾഡാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് വൺ ആണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു പോപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് പ്രോപ്പറായിട്ട് അവിടെ സെറ്റിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഫസ്റ്റ് ടൈം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ലീക്കേജ് ഉണ്ടാവുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻറ്റി ലൈനർ യൂസ് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എനിവേസ് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ലീക്കേജ് ഉണ്ടാവില്ല, സ്മെല്ല് വരത്തില്ല. നമുക്ക് ഈവൻ എന്തും ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, ഡാൻസിങ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം. നമുക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ നമുക്ക് 12 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. അതിനുശേഷം അഗെയിൻ നമ്മൾ പുറത്തോട്ടേക്ക് എടുത്തിട്ട് കഴുകുക, നന്നായിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം തിരിച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം
നമ്മൾ തിരിച്ചും നമ്മൾ ഫസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിനകത്ത് എഗെയിൻ 3 തൊട്ട് 4-5 മിനിറ്റ് വരെ ഇട്ട് വെക്കുക. ആൻഡ് ഈ ഒരു ബൗൾ വേറൊരു കാര്യത്തിന് എടുക്കാണ്ടിരിക്കുക, ഇതിന് മാത്രമായിട്ട് എടുക്കുക. സോ ഇത്രയാണ് നമുക്ക് ഹൗ ടു യൂസിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണ മൈ ഓൺ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു പീരീഡ്സ് ടൈമിലായിരുന്നു. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എവർട്ടീൻ്റെ മെൻസ്ട്രൽ കപ്പിലെ ഫസ്റ്റ് യൂസ് ചെയ്ത് വേറൊരു മെൻസ്ട്രൽ കപ്പായിരുന്നു. സോ അതിൻ്റെ എഡ്ജസ് ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര തിക്കാണ് ആൻഡ് ഫോൾഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സോ ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്ത് ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയി. കാര്യം എനിക്ക് ഒന്നാമത് പെയിൻ വന്നു. ഓൾറെഡി എനിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. സോ ദാറ്റ് ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര മെസ്സി ആയിട്ട് ഫീൽ ചെയ്തു. അത് സക്സസ്ഫുൾ ആയില്ല. രണ്ടാമത്തെ ടൈമിലാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് എവർട്ടീൻ്റെ വാങ്ങിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അത് ഫോൾഡ് ചെയ്യാനും എളുപ്പമായിരുന്നു ആൻഡ് എൻഡ്സും എഡ്ജസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയില്ല. ആൻഡ് ഞാൻ ഹൗ ടു യൂസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യം പറയണമെങ്കിൽ ഹൗ ടു യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് ഡ്രൈ ആയിട്ട് തോന്നാം ഏരിയാസ്. സോ നമുക്ക് അതിൽ ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ ഒരു ഏതെങ്കിലും ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നല്ലത് വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ലൂബ്രിക്കൻസ് നമുക്ക് ഇതിനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പീരീഡ്സ് ടൈമിലല്ല ട്രൈ ചെയ്തത്, സെക്കൻഡ് ടൈം. അതൊരു സക്സസ്ഫുൾ ആയിരുന്നു. എനിക്കിപ്പോൾ പൊസിഷൻ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏത് തരത്തിൽ ഫോൾഡ് ചെയ്താലാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പീരീഡ്സ് ഇല്ലാത്ത ടൈമിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പൊസിഷനിൽ ഇരുന്നിട്ട് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പീരീഡ്സിന് മുമ്പ് തന്നെയായിരിക്കും. സോ അപ്പോൾ ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഓൺ എക്സ്പീരിയൻസ്. ഇനി കോമൺ ഡൗട്ട്സ് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോമൺ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവുമോ? ഡ്രൈനെസ് ഒബ്വിയസ്ലി ഇല്ല. നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് സൈഡിൽ റാഷസും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഉണ്ടാവുന്നില്ല. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അതിനുശേഷം നമ്മൾ വൺസ് നമുക്ക് ഇന്നേ പൊസിഷനാണ് അല്ലെങ്കിൽ ഇന്നേ മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഭയങ്കര ഈസിയാണ്. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നെ നമുക്ക് പെയിൻ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പെയിൻ ഉണ്ടാവും. അതിനുശേഷം വൺസ് നമ്മൾ യൂസ് ടു ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വലിയ പെയിൻ എന്നല്ല, ഒരിക്കലും പെയിൻ ഉണ്ടാകത്തില്ല. നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇന്നേ മെത്തേഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാകത്തില്ല. ആൻഡ് ബിഫോർ മാരേജ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതും എൻ്റെ അടുത്തുനിന്ന് 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ബിഫോർ മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ തൊട്ട് പീരീഡ്സ് ആയോ അപ്പോൾ തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. ബിഫോർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിഫോർ മാരേജ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ തൊട്ട് നമ്മൾ ഫസ്റ്റ് പീരീഡ്സ് തൊട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. സോ ഇത്രയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ കാര്യങ്ങളും മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.